20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ബാറ്ററി മോഷണ കേസിൽ കുറ്റാരോപിതനായി പോലീസ് മർദ്ദനമേറ്റ യുവാവ് കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുവാൻ പോലും പോലീസ് തയ്യാറാകാത്തതിനാലാണ് കോടതിയെ നേരിട്ട് സമീപിക്കുവാൻ തീരുമാനിച്ചതെന്ന് അമൽ ആന്റണി. ബാറ്ററി മോഷണ കേസിൽ കുറ്റാരോപിതനായി പോലീസ് മർദ്ദനമേറ്റ യുവാവ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. മർദ്ദനമേറ്റ പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ ആന്റണിയുടെ മകൻ അമലാണ് കോടതിയെ നേരിട്ട് സമീപിക്കാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ മാസം 12-ന് അമൽ ആന്റണിയെ ബാറ്ററി മോഷണ കേസിൽ മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചു എന്ന കേസിലാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സംഭവത്തെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും DGPക്കും റൂറൽ SP-ക്കും അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് അമൽ പറഞ്ഞു. മൂവാറ്റുപുഴ DYSP വീട്ടിലെത്തി 2 മണിക്കൂറോളം നീണ്ട മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതേ തുടർന്നാണ് കോടതിയെ നേരിട്ട് സമീപിക്കാൻ തീരുമാനിച്ചത്. DGPക്ക് പരാതി അയച്ചിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചിട്ടുണ്ട്, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് അയച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട്. ഇല്ല, അതിന്റെ ഒന്നും മറുപടി അതിന്റെ ഒന്നും നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല. എല്ലാവരും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല ആരും. മെയിനായിട്ട് എൻ്റെ മൊഴി ഏകദേശം ഒരു മണിക്കൂർ സമയം എടുത്ത് നമ്മൾ ആദ്യത്തെ സംഭവം എല്ലാം കറക്റ്റായിട്ട് വിവരിച്ചു കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഉപദ്രവിച്ച പോലീസുകാരെ എല്ലാവരെയും തിരിച്ചറിയാമെന്ന് തന്നെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. തന്നെ മർദ്ദിച്ച പോലീസുകാരുടെ വിവരങ്ങളും ഫോട്ടോയും നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിന് വിവരാവകാശം നൽകിയെങ്കിലും അതും അനുവദിക്കപ്പെട്ടില്ല. 5 പോലീസുകാർ ചേർന്നാണ് തന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയുമെന്നും അമൽ ആന്റണി പറഞ്ഞു. 5 പോലീസുകാർ എന്നെ മുറ്റത്ത് വെച്ച് തന്നെ അവർ കഴുത്തെ പിടിച്ച് ഞെരിച്ച് കാലിൽ വലിച്ചുകൊണ്ട് പോയതിൻ്റെ മുറിവാണ് ഈ കാല് കണ്ടത്. അപ്പോൾ അത് ഉണങ്ങി നോർമൽ കണ്ടീഷനിൽ എത്തുന്നുള്ളൂ. പിന്നെ ഒരു വാഹനത്തിനുള്ളിലാണ് നമ്മളെ കുഞ്ചിരുത്തി ഒരാൾ കൈ പിടിക്കുന്ന, ബാക്കി 3 പേര് പുറത്തിനിട്ട് മാറി ഏകദേശം 4-5 കൈ മുട്ടുമടക്കി ഇടിയും കഴുത്തെ പിടിച്ച് തിരിക്കലും, അങ്ങനെ വളരെ ക്രൂരമായ രീതിയിലാണ് അവർ അസഭ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. പോലീസ് മർദ്ദനത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ നേരിടുന്ന അമൽ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.